ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഐറ്റം നമ്മുടെ വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും ഫ്ലോപ്പ് ആവാതെ എങ്ങനെയാണ് കടലമാവ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കടലമാവ് വെച്ചിട്ട് നമുക്ക് മുഖത്തൊക്കെ തേക്കാനും അതുപോലെ തന്നെ സോപ്പിന് പകരമായിട്ടും പിന്നെ ലഡു, ബജി പോലുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കാനും ബെസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കടലമാവിൻ്റെ അതേ ഒരു ടേസ്റ്റും പെർഫെക്ഷനും ഒക്കെ കിട്ടുന്നുണ്ട്. നല്ല ശുദ്ധമായിട്ടുള്ള കടലമാവിനെ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ അതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല, കടല മാത്രം മതി. അപ്പോൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കടലമാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് മണിക്കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാവരും വീടുകളിലും ഉണ്ടായിരിക്കും. ഇപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ അത്യാവശ്യം കിട്ടുന്നത് കാരണം. അപ്പോൾ ഈ ഒരു കടല ഞാൻ ഒരൊറ്റ പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വാർത്തിട്ട് ഒരു ടർക്കിയിലിട്ടിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി വേണമെങ്കിൽ ഒന്ന് കഴുകി വെള്ളമൊക്കെ വാർത്തിട്ട് ഒന്ന് വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുത്താലും മതിയാകും. അപ്പോൾ പലഹാരമൊക്കെ എടുക്കുന്ന സമയത്ത് കഴുകിയിട്ടാകുമ്പോൾ ഒന്നും കൂടെ വൃത്തി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് കഴുകിയെടുത്തത്. കൂടുതൽ സമയം വെള്ളത്തിലിട്ട് കുതിർത്തൊന്നും വെക്കരുത്. കഴുകുകയാണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം പെട്ടെന്ന് കഴുകിയിട്ട് എടുക്കണം. കടല കുതിർന്ന് പോവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കഴുകിയ ഉടനെ തന്നെ ടർക്കിയിലൊന്ന് ഇട്ടിട്ട് ഒന്ന് തുടച്ചെടുക്കാൻ വേണം. ഒന്ന് വിതറിയിട്ടിട്ട് തുടച്ചെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് നല്ല വെയിലത്തിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുത്താലും മതിയാവും. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. കൂടുതൽ സമയം കുതിർന്ന് പോവാതിരുന്നാൽ മതിയാവും. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഈ ഒരു കടല അതിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ഇതുപോലെ വറുത്തെടുക്കുന്ന സമയത്ത് ഒരുപാട് കളറൊക്കെ മാറി ഒരുപാട് അങ്ങ് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉൾഭാഗവും എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. അത്രയും വറുത്തെടുത്താൽ മതി. പിന്നെ ഇതുപോലെ വറുത്തെടുക്കുന്നതിന് പകരമായിട്ട് നല്ല വെയിലുള്ള സമയമാണെങ്കിൽ കുറച്ച് സമയം ഒരു 1/4 മണിക്കൂറൊക്കെ വെയിലത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താലും മതിയാവും. 2 രീതിയിലായാലും നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ കടല നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കടലൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം പൊടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കടലൊക്കെ ഇട്ടിട്ട് പൊടിക്കാൻ നോക്കിയിട്ട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. കടലക്ക് ഒരു മാറ്റവും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ പൊടിഞ്ഞ് കിട്ടാത്തത് കാരണം ഇതിൻ്റെ തൊട്ട് സൈസുള്ള ആ ഒരു ജാറിലിട്ടിട്ടാണ് പിന്നെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലായപ്പോൾ കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കേണ്ട, ഈ ഒരു വലിയ ജാറിലിട്ടിട്ട് തന്നെ പൊടിച്ചെടുക്കുക. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ. പക്ഷേ മിക്സിക്ക് ഒരു കുഴപ്പവും വരില്ല കേട്ടോ, ഒരു പ്രശ്നവുമില്ല, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. ചെറിയ ജാറിൽ പറ്റുന്നില്ല എന്ന് മാത്രം. വലിയ ജാറിലാകുമ്പോൾ ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. പിന്നെ പൊടിച്ചെടുക്കുന്ന സമയത്ത് കടലിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. തൊലിയിൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ തൊലിയോട് കൂടി തന്നെ പൊടിച്ചെടുക്കാം. ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന സമയത്ത് ആ തൊലിയുടെ ചെറുതായിട്ട് കറുപ്പ് കളറായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും നേരിയതായിട്ടുള്ള അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല ഫൈനായിട്ടുള്ള നമ്മൾ കടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടെക്സ്ചറിലുള്ള കടലമാവ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ മുഖത്ത് തേക്കാനൊക്കെ ആണെങ്കിൽ ഫേസ് പാക്കായിട്ടും അതുപോലെ തന്നെ സോപ്പിന് പകരമായിട്ടൊക്കെ മുഖം കഴുകാനോ കുളിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കടലയുടെ ഈ ഒരു തൊലി ഇങ്ങനെ അരിച്ചു മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. അതാണ് ഏറ്റവും നല്ലത്. നല്ല അടപ്പുള്ളൊരു പാത്രത്തിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലം കേടുകൂടാതെ നിൽക്കുകയും ചെയ്യും. നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാനായാലും ഇതുപോലെ തേക്കാനാണെങ്കിലും നല്ല ശുദ്ധമായിട്ടുള്ള കടലമാവ് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.